ഇന്ന് ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബോംബോളിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡോണറ്റ്സ് ആണിത്. പേരൊക്കെ കേൾക്കുമ്പോൾ ആരും ഒന്ന് ഞെട്ടിപ്പോവും ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട്. പക്ഷെ വലിയൊരു സംഭവം ഒന്നല്ല കേട്ടോ, നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കാം. ഈ മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഇവിടെ ഒരു 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തണുപ്പൊക്കെ പോയി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബട്ടർ ആദ്യം ഒന്ന് കൈവച്ചിട്ട് പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിന്റെ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് കറക്റ്റായിട്ട് തന്നെയാണ് അളവ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അളവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം, ചിലപ്പോൾ നമ്മൾ പൊടി എടുക്കുന്നതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ, ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ലൂസായി പോയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഇനി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാ അളവും നല്ല കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുളയായിട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ 3-4 പ്രാവശ്യം ഒന്ന് കുഴച്ചെടുത്താൽ ഇത് നല്ലൊരു ഡോ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പം തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ വരെ ഒക്കെ ആവാം കേട്ടോ, അത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ ഇതിലേക്ക് 2 കപ്പ് പാലാണ് കേട്ടോ എടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ്, അതായത് 500 മില്ലി പാല്. അപ്പോൾ അതിൽ നിന്ന് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള 1.5 കപ്പ് പാലതാ ഞാൻ ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. കസ്റ്റാർഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ കുറുകി വരും. അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളിത് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടാറുന്നത് വരെ ഇതുപോലെ തന്നെ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നല്ലതായിട്ട് കട്ടയാവില്ല. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് 2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഡബിൾ സൈസിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ എയറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് 2 പോർഷൻ ആക്കിയിട്ട് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സൈസിൽ വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിന് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ എനിക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം കേട്ടോ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. പറ്റ നൈസാക്കിയിട്ട് പരത്തി എടുക്കരുത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒന്ന് എയറൊന്നും കിടക്കാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ ഒരു 15 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പൊങ്ങി വരും.
അപ്പോൾ അതാ കണ്ടല്ലോ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇതാ നേരത്തെ പരത്തി കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. കാരണം ഇതിൻ്റെ പുറഭാഗം പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവും, ഉൾഭാഗം വേവില്ല. അപ്പോൾ സാവധാനം നമുക്ക് ഉൾഭാഗം ഒന്ന് വേവിച്ചെടുക്കുന്ന രീതിയിൽ പൊരിച്ചെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഈ ഒരു കളറായാൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറുവപ്പട്ടയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സിന്നമണിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടും. നമ്മൾ ഡോണറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ചൂടോട് കൂടിയിട്ട് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വാനില കസ്റ്റാർഡ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, നേരത്തെ തന്നെ. അപ്പോൾ നമ്മുടെ വാനില കസ്റ്റാർഡ് ഇവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു പാകത്തിലുള്ള ഹോളാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ കത്തി വെച്ചിട്ട് ബണ്ണിന് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഹോളിലൂടെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഉള്ളിൽ എത്രയാണോ ക്രീം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്രീം വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് ക്രീമോ അല്ലെങ്കിൽ ന്യൂട്രല്ല, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ ന്യൂട്രലൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതുപോലെ ഏത് ക്രീമോ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.